നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ KSTA ജനറൽ സെക്രട്ടറി നജീബ് കൂടെ ചേരുന്നുണ്ട്. ശ്രീ നജീബ്, നമുക്കറിയാം ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി പുതിയൊരു ചർച്ചയ്ക്ക് തന്നെയാണ് ഒരു വേനൽ അവധിക്കാലം എന്നുള്ളൊരു പുതിയൊരു ആശയം, അതൊരു ചർച്ച അത്തരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് അഭിപ്രായങ്ങളെല്ലാം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും നടപ്പിലാക്കുക. കുറേയധികം രക്ഷിതാക്കൾ ഇതിനെ സ്വാഗതാർഹം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ എത്രത്തോളം ഇത് പ്രായോഗികമാകും? ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ അത്യാവശ്യമാണോ ഈ ഒരു മാറ്റം? തീർച്ചയായും ഒരു തുറന്ന ചർച്ചയ്ക്കാണ് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് KSTക്ക് പറയാനുള്ള നിർദ്ദേശം, മന്ത്രിയുടെ ഈ നിർദ്ദേശത്തിലെ ശാസ്ത്രീയമായ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ കുട്ടികൾക്ക് ധാരാളമായി പഠന നഷ്ടമുണ്ടാകുകയും വലിയ ദുരന്തങ്ങൾ പലതും സംഭവിക്കുകയും ചെയ്ത് കണ്ടതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെയൊക്കെ ഘട്ടത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നിർദ്ദേശം പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇത് വളരെ സ്വാഗതാർഹമാണ്. വേനൽ അവധിയുമായി ബന്ധപ്പെട്ട ഒരു തുറന്ന ചർച്ച നടത്തുകയും കേരളീയ സമൂഹം എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ പൊതുസമൂഹത്തിന്റെ ആകെ അഭിപ്രായം നേടിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അതാണ് KSTക്ക് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് കുറേയധികം ആളുകൾ ഒരു ആശങ്കയായി പറയുന്നത്, കാരണം ഈ ഒരു വേനൽ അവധിക്കാലത്താണ് അവർക്ക് കൂടുതൽ സമയങ്ങൾ ചെലവഴിക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം മഴക്കാലത്ത് അവർ വീടിനുള്ളിൽ തളച്ചിടപ്പെടുന്ന ഒരു കുട്ടികളുടെ ആ ഒരു സമയം അത്തരത്തിലേക്ക് മാറിപ്പോകും. കൂടുതൽ കുട്ടികൾ ഫോണിനൊക്കെ അഡിക്റ്റായി മാറും. അത്തരത്തിലുള്ള കുറേയധികം ആശങ്കകളും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നടപ്പിലാക്കും? അതെ, ഇതിപ്പോ നടപ്പിലാക്കുന്നതല്ല, മന്ത്രി വിദ്യാർത്ഥികളുടെ പക്ഷത്തു നിന്നുണ്ട്. ഇത് അവധിയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു വളരെ ആത്മാർത്ഥമായ ഒരു സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം പൊതുസമൂഹത്തിന് അദ്ദേഹം വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഈ അവധി കൊടുക്കുന്നത് കുട്ടികളുടെ എല്ലാവിധമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കണ്ടുകൊണ്ടാണ്. ആ കാലാവസ്ഥയുമായി ചൂട്, കുടിവെള്ളക്ഷാമം, ഇതൊക്കെയാണ് മുൻകാലങ്ങളിൽ ഏപ്രിൽ മെയിൽ മധ്യവേനൽ അവധിക്കാലത്ത് നമ്മൾ കേരളം അഭിമുഖീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കാലത്തിലുണ്ടായ വലിയ മാറ്റങ്ങൾ അതെല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു. എന്നാൽ ജൂൺ ജൂലൈയുമായി ബന്ധപ്പെട്ട് വലിയ മഴയുടെ തുടർച്ചയും മറ്റ് പല പ്രകൃതി ദുരന്തങ്ങളുടെയും ഫലമായി വലിയ ദുരന്തങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തേക്ക് നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും കടന്നിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു തുറന്ന ചർച്ചയ്ക്ക് ബഹുമാനമന്ത്രി ഇത്തരത്തിലുള്ള നിർദ്ദേശം വെച്ചിരിക്കുന്നത്. അത് പോസിറ്റീവായി കാണുകയും അതിൽ വിദഗ്ധമായ പഠനങ്ങൾ നടത്തുകയും വേണമെന്നതാണ് KSTയുടെ അഭിപ്രായം. ഒരു കാര്യം കൂടെ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ചൂടും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ചൂട് തന്നെയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചത്. അപ്പോൾ ഈ ഒരു വേനലവധിക്കാലത്തും കുട്ടികൾക്ക് എത്രത്തോളം ആ ഒരു സമയം പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത്. കാരണം അതും ഒരു ചർച്ച ചെയ്യേണ്ട, അല്ലെങ്കിൽ സമയക്രമത്തിലൊരു മാറ്റം, അതൊക്കെ ആയിരിക്കില്ലേ കുറച്ചുകൂടെ ഒരു നടപ്പിലാകാൻ പോകുന്ന തീരുമാനങ്ങൾ? അതെ, തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതൊരു സർവേ തന്നെ ഉണ്ടാവണം. നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങൾ, ഇപ്പൊ കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും ഒരേപോലത്തെ കാലാവസ്ഥയല്ല. അപ്പൊ കൃത്യമായ ഒരു സർവേ തന്നെ നടത്തിക്കൊണ്ട് വേണം വേനൽ അവധിയിലെ വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ പറ്റുന്ന കാലാവസ്ഥയാണോ, കുടിവെള്ളത്തിൻ്റെതായ ലഭ്യതയുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു കൃത്യമായ സർവേ ഒക്കെ നടത്തി അതിനൊക്കെ കഴിയുമെന്ന പക്ഷം മാത്രമാണ് ചിന്തിക്കേണ്ടത്. മന്ത്രി ഈ നിർദ്ദേശം വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെ കുട്ടികൾ വളരെ സ്നേഹത്തോടെ കാണുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പൊ കുഞ്ഞുങ്ങളുടെ ഒരു പ്രയാസത്തെ കണ്ടുകൊണ്ട്, അവരെ പഠനത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് വെച്ചൊരു അഭിപ്രായമാണ്. അത് പൊതുസമൂഹം ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകുകയും അതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ച് പഠിക്കുകയും വേണമെന്നതാണ് നമുക്ക് ഇതിന് പ്രാഥമികമായി പറയാൻ പറ്റുന്നത്. ശരി സർ, വളരെയധികം നന്ദി അവസരത്തിൽ പ്രതികരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.